ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ മനോഹരമായിട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നന്മ ചെയ്യുന്നതിലും നമുക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും നമ്മൾ വീഴ്ച വരുത്തരുത്. ഇങ്ങനെയുള്ള ബലി ദൈവത്തിന് പ്രീതികരമാണ്. ഇപ്പം നമ്മൾ അർപ്പിക്കുന്ന, നമ്മൾ പങ്കുചേരുന്ന ബലി ദൈവത്തിന് പ്രീതികരമാകുന്നതിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്: ഒന്ന്, നന്മ ചെയ്യുന്നതിൽ മടി കാണിക്കരുത്; രണ്ട്, നമുക്കുള്ളത് പങ്കുവയ്ക്കുന്നതിലും നമ്മൾ മടി കാണിക്കരുത്. പ്രീസലോ ഹല്ലേലൂയ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ബലിയെക്കുറിച്ചൊക്കെയാണ് ഹെബ്രായർക്കെഴുതിയ ലേഖന അവസാന അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. കാരണം യേശുവിൻ്റെ ബലി ഏറ്റവും പരമോന്നതമായ നന്മയായി ലോകത്തിന് മാറി. യേശുവിൻ്റെ ബലി ഏറ്റവും പരമോന്നതമായ പങ്കുവെക്കലായി ലോകത്തിന് മാറി. ഈ ബലിയിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് വചനം പറയാണ്, നിങ്ങൾ നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും നിങ്ങൾ വീഴ്ച വരുത്തരുത്. ഇങ്ങനെയുള്ള ബലി ദൈവത്തിന് പ്രീതികരമാണ്. നമ്മുടെ പലരുടെയും ബലി പ്രീതികരമാകാത്തതിന്റെ കാരണം മനസ്സിലായില്ലേ? ചിലപ്പോൾ ഉള്ളിൽ മുഴുവൻ തിന്മയായിരിക്കും, പുറമേ നന്മ അഭിനയിച്ചിട്ട് ഉള്ളിൽ ഭയങ്കര തിന്മ കൊണ്ട് നടക്കുന്നവരുണ്ട്. കാര്യത്തിന് ഇന്നലെ ഇവിടെ പെരിന്തൽമണ്ണയിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നു പറഞ്ഞു കേട്ടതാണ്. ചിലവരൊക്കെ പുറമേ വലിയ കുഴപ്പമില്ല, പക്ഷേ അടുത്തറിയാവുന്നവര് ചിലവർ വിളിക്കുന്നത് വിഷമെന്നാണെന്ന്. വിഷം. കാരണം ശരിക്കും അറിയാവുന്നവരെ എത്രമാത്രം വിഷമാണ് അവരെന്ന് അറിയാവുന്നത്. അത്ര തിന്മയാണെന്നുള്ളില്. പുറമെ നന്മയുള്ളവനായി നന്മയുള്ളവളായി നമുക്ക് അഭിനയിക്കാനും ജീവിക്കാനൊക്കെ ഒരു പരിധിവരെ ഈ ലോകത്ത് പറ്റും. മനുഷ്യരെ നമുക്ക് എല്ലാ കാലത്തും ചിലപ്പോൾ പറ്റിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ഗലാത്യ 6:7 വചനം പറയുന്നത്, മനുഷ്യ നിനക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത്. നമുക്ക് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ തിന്മയായിരിക്കും. ചിലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ ഒരു കാരണം എന്നാണെന്നറിയാവോ? നന്മ ചെയ്തിട്ട് തിരിച്ചു കിട്ടിയത് തിന്മയായതുകൊണ്ട് നന്മ പ്രവർത്തികൾ അവസാനിപ്പിക്കും. പിന്നെ പറയും, ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഞാൻ ഇത്രയൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടും അവനെയൊക്കെ വേദനയുടെ സങ്കടത്തിന്റെ കാലത്തിൽ ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടും തിരിച്ചു കിട്ടിയത് കംപ്ലീറ്റ് തിന്മയാണ്. നല്ല വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പറഞ്ഞതെല്ലാം തിന്മയായിട്ടുള്ളതാണ്. ഉണ്ട് ചിലർ തീരുമാനം എടുക്കും, ഞാനിനി ഒരു നന്മയ്ക്കും പോണില്ല, ഒരു നല്ല പ്രവൃത്തിയും ചെയ്യാൻ പോകുന്നില്ല, എല്ലാം അവസാനിപ്പിച്ചു, ഇതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു. കാരണം എന്താ? തിരിച്ചു കിട്ടിയത് നന്മയല്ലാത്തത് കൊണ്ട്. ഈശോ തന്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ തന്റെ ബലി പൂർത്തിയാക്കുന്ന ആ ജീവിതത്തിന്റെ അവസാന വേളകളിൽ നന്മ ചെയ്ത് തന്റെ ജീവിതം മുഴുവനും കൊണ്ട് നന്മ ചെയ്ത് കടന്നുപോയ യേശു സ്വീകരിച്ചത് മുഴുവനും തിന്മയാണ്. തന്റെ കൂടെയുണ്ടായിരുന്നവര്, കൂടെ നടന്നവര്, അപ്പസ്തോലന്മാര്, ഓശാന പറഞ്ഞവര്, പാടിയവര്, ഇവരിൽ നിന്നൊക്കെ ഈശോ സ്വീകരിച്ചത് തിന്മയാണ്. എന്നിട്ടും ഈശോ തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ഏറ്റവും പരമോന്നതമായ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായി യാത്ര ചെയ്തു കാൽവരിയിലേക്ക്. ഈശോയ്ക്ക് അവസാനിപ്പിക്കായിരുന്നു, പരിപാടി അവസാനിപ്പിക്കും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും, ഇത്രയൊക്കെ പേരെ സഹായിച്ചിട്ടും സൗഖ്യപ്പെടുത്തിയിട്ടും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അനേകരെ മോചിപ്പിച്ചിട്ടും സുവിശേഷം പറഞ്ഞിട്ടും അനേകരുടെ നന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ തിരിച്ചടി കിട്ടിയാൽ നമ്മൾ പറയാ, ഞാനിതെല്ലാം അവസാനിപ്പിക്കുക. ഒന്നും അവസാനിപ്പിച്ചില്ല. നമ്മളിൽ ദൈവം ആരംഭിച്ച ദൈവിക പ്രവൃത്തി ഒന്നും പാതി വഴിക്ക് അവസാനിപ്പിക്കരുത്. അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ഒരു ദാമ്പത്യത്തിൽ ദൈവം കർത്താവിന്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും കൈപിടിച്ചുയർത്തുന്ന ഒരു ദാമ്പത്യം, ദൈവമായിട്ട് തിരികൊളുത്തിയ സ്നേഹം, ദൈവമായിട്ട് ആരംഭിച്ച ദാമ്പത്യങ്ങൾ ഇത് പാതി വഴിക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല. ജീവിതത്തിൽ അനുഭവിക്കുന്നതും സ്വീകരിക്കുന്നതും മുഴുവനും തിന്മയായിട്ടിരിക്കുകയും തിരിച്ച് നന്മയോടെ പെരുമാറാനും സ്നേഹത്തിൽ പ്രത്യുത്തരിക്കാനും കർത്താവിന്റെ കാരുണ്യത്തിൽ കാണാനുമുള്ള വിളിയാണ്. ഓരോ ദാമ്പത്യത്തിലും ഉടമ്പടി ബന്ധത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, മറ്റൊരു ബലിയായി തീരാനുള്ള വിളിയിലൂടെ ഓരോ ദൈവ പൈതലും ഈ വിവാഹമെന്ന കൂദാശയിലൂടെ പ്രവേശിക്കുന്നേ. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വെറും മാനുഷികവും പൈശാചികവുമായിട്ടൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്മയും അസ്വസ്ഥതകളൊക്കെ ഒരു ദാമ്പത്യത്തിലും ബന്ധങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതിനാ ആ ബന്ധം അങ്ങോട്ട് അവസാനിപ്പിക്കും. എല്ലാം പാതി വഴിക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല. ഈശോ തനിക്ക് വേദനകളുണ്ടായപ്പോൾ, സഹനങ്ങളുണ്ടായപ്പോൾ, പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ പാതി വഴിക്ക് തന്റെ രക്ഷാകര പദ്ധതിയിലേക്കുള്ള യാത്ര, കുരിശുമരണത്തിലേക്കുള്ള യാത്ര,
ലോകത്തിന്റെ മുഴുവനും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവൃത്തി, അതിലേക്കുള്ള യാത്ര പാതി വഴിക്ക് അവസാനിപ്പിച്ചെങ്കിൽ നമ്മൾ ഇന്നും പാപത്തിൽ മരിക്കേണ്ടി വന്നേനെ, രക്ഷയില്ലാതെ. നമ്മളിന്നും പാപത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേനെ, കുറ്റബോധത്തിലും നിരാശയിലൊക്കെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേനെ, പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ 13-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തനിക്ക് പെസഹ തിരുനാളിന്റെ സമയമായെന്ന് യേശു അറിഞ്ഞു, അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും പാതി വഴിക്ക് അവൻ അവസാനിപ്പിച്ചില്ല എന്ന്. അവസാനം വരെ, അവസാന തുള്ളി രക്തത്തോളവും അവൻ നമുക്കായി അവനെ തന്നെ, അവന്റെ ജീവൻ തന്നെ നമുക്കായി പങ്കുവെച്ച് നൽകി. അതുകൊണ്ട് ഈ നന്മയുടെയും പരമോന്നത നന്മയുടെയും പരമോന്നതമായ പങ്കുവയ്ക്കലിന്റെയും കൂദാശയാണ് പരിശുദ്ധ കുർബാന, ഈ ബലി. ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് വചനം പറയാണ്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും നിങ്ങൾ വീഴ്ച വരുത്തരുത്. ഇങ്ങനെയുള്ള ബലിയാണ് ദൈവത്തിന് പ്രീതികരമാകുന്നത്. കാരണം യേശുവിന്റെ ബലി അതായിരുന്നു. അതുകൊണ്ട് ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചുമ്മാ ബലിയിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പോകാന്നുള്ളതല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വിളി. ഒരു ക്രിസ്തീയ ജീവിതത്തെ പൂർണ്ണമായും രൂപപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്, യേശുവിന്റെ ബലിയാണ്. ഒരുവന്റെ ജീവിതത്തിൽ മുഴുവൻ രൂപാന്തരീകരണം സംഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്, വിശുദ്ധ ബലിയിലാണ്. ആ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഒന്നും അനുഭവിക്കാത്തതുപോലെ തിരിച്ചു പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് ബലി അത്ര കണ്ട്, നമ്മൾ പറയില്ലേ, ആ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പരമോന്നത നന്മയുടെയും ബലി അതിന്റെ പൂർണ്ണതയിൽ നാം സ്വീകരിക്കുകയും ആ സ്വീകരിച്ച ബലിയുടെ പങ്കുവെക്കലിനായും പരമോന്നത നന്മയുടെ പങ്കുവെക്കലിനായുള്ള ദൗത്യത്തിൽ നാം പരാജയപ്പെടുന്നത് കൊണ്ടാണ് ബലിയുടെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്നേഹം സ്വീകരിക്കുകയും ഈ സ്നേഹം പിതാവായ ദൈവപുത്രനിലൂടെ നമുക്ക് പങ്കുവെച്ച് തരികയും ചെയ്യുമ്പോൾ ഇതേ സ്നേഹം പങ്കുവെക്കാനും ഈ നന്മ പങ്കുവെക്കാനുള്ള വിളി ഒരു ക്രിസ്ത്യാനിക്കുണ്ട്. ഇത് മറന്നുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ തൻ്റെ രക്ഷാകര പദ്ധതി, യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട സ്വർഗത്തിന്റെ പദ്ധതിയൊക്കെ മറന്നുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒരു ഉത്തരവാദിത്വത്തിന്റെ തലങ്ങളിൽ നമുക്ക് അല്പം കൂടി ഉയർന്ന ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്ക് ആ സ്നേഹത്തിന്റെയും ആ കാരുണ്യത്തിന്റെയും ഒക്കെ പങ്കുവെക്കലിന്റെ ഒരു വിളി, ഒരു തെരഞ്ഞെടുപ്പ് യേശുവിന്റെ ബലിയിലൂടെ നാം സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനം, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിങ്ങൾ എത്ര പേര് ഈ വചനത്തെ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ ഇടയനാണെങ്കിൽ അത് 100% വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യും. നിനക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല. ഒരു സഹനം വരുമ്പോൾ നിന്നെ ബലപ്പെടുത്താൻ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു സങ്കടത്തിന്റെ വേളയിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ കർത്താവുണ്ട്. നിന്റെ നൊമ്പരത്തിന്റെയും കണ്ണുനീരിന്റെയും താഴ്വരയിൽ നീ ഒറ്റയ്ക്കല്ല. അതുകൊണ്ടാണല്ലോ അടുത്ത വചനങ്ങൾ പറയുന്നത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ സഞ്ചരിക്കുമ്പോഴും നിന്റെ കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നാ പറഞ്ഞു. കാരണം കർത്താവ് എന്റെ ഇടയനാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. ആ ഇടയന്റെ പ്രത്യേകത പറയാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ജീവൻ കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും ഉപരിയായിട്ടൊന്നും കൊടുക്കാനില്ല. അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കാരണം ദൈവം ഇടയനായിട്ടുള്ളവന് ആ ജീവൻ നൽകി സ്നേഹിക്കുന്നുണ്ട്. ഒരു ഇടയനുള്ളപ്പോ പിന്നെ എന്തിനെങ്കിലും അവൻ കുറവ് വരുത്തോ? സ്വജീവൻ നൽകി സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ ആ നല്ല ഇടയന്റെ സ്നേഹം നമ്മളോടൊപ്പം ഉള്ളപ്പോ മറ്റെന്തിനെങ്കിലും കുറവും വരുത്തോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും, ഉറക്കെ പറഞ്ഞേ, ആയി വചനം ഒരുമിച്ച് പറഞ്ഞേ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
ഇന്ന് ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഉള്ളുകൊണ്ട് ഏറ്റുപറയേണ്ട ഒരു സുഹൃതജമാണ്: കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും. ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. യെസ്, ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്. ദൈവം എൻ്റെ ഇടയനാണ്. അവൻ നടത്തും, അവൻ കൈപിടിച്ച് നടത്തും. ആ ഇടയൻ എൻ്റെ പേരറിയാം, പേര് ചൊല്ലി എന്നെ വിളിക്കും. ചെന്നായിക്കൂട്ടം വരുമ്പോ, ശത്രു വരുമ്പോ ഇട്ടിട്ട് പോകുന്നവനല്ല കർത്താവ്. അങ്ങനെ ഒരു ഇടയൻ, ആ ബോധ്യത്തോടു കൂടിയാ പറയുന്നത്: എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. ആ ഇടയൻ എനിക്ക് വേണ്ടത് നൽകും. പച്ചയായ പുൽത്തകിടിയിലേക്ക് അവിടെ നിന്ന് എന്നെ നടത്തും. എത്ര വട്ടം നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുള്ള സങ്കീർത്തനം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥ വരുമ്പോഴേ ഇടയന്റെ കാര്യം പോയിട്ട് അല്ലേ നമ്മൾ സകലതും മറന്നു. അങ്ങനെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പറയേണ്ടത്. ഒരു ചെന്നായിക്കൂട്ടം വരുമ്പോഴാണ്, ശത്രു വരുമ്പോഴാണ്, മരണത്തിന്റെ നിലവീണ താഴ്വരകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പറയുന്നത്: എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ ഇടയൻ എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണത് പറയുന്നത്. ഭയപ്പെടുകയില്ല. ഇത് ഈ സങ്കീർത്തനം തരുന്നൊരു ഒരു അനോയിന്റിങ് ഉണ്ട്, ഒരു ധൈര്യമുണ്ട്. ഈ ഓരോ സങ്കീർത്തനം അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഓരോ സങ്കീർത്തനം വായിക്കുമ്പോൾ ആ സങ്കീർത്തനം നമുക്ക് തരുന്നൊരു അനോയിന്റിങ് ഉണ്ട്, ഒരു അഭിഷേകമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ആ കൊറോണ കാലഘട്ടത്തിൽ സങ്കീർത്തനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ഞാൻ നടത്തിയായിരുന്നു. 150 സങ്കീർത്തനം. ഇതിനിടയ്ക്കാണ് അനീഷച്ചൻ്റെ ഹോസ്പിറ്റലൈസേഷനും അനീഷച്ചൻ്റെ മരണവും മരണാനന്തര ശുശ്രൂഷകളൊക്കെ നടന്ന ഒരു സമയമാണ്. ഈ സങ്കീർത്തനം വായിച്ചപ്പോണ്ടല്ലോ, ആ വായിച്ച് കടന്നു പോയപ്പോൾ ആ സങ്കീർത്തനമൊക്കെ ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇത് എൻ്റെ ജീവിതമാണല്ലോ, ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയാണല്ലോ. 11-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നാൾ ഞാൻ കാത്തിരിക്കണം, എത്ര നാൾ കണ്ണുനീരൊഴുക്കണം, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ എത്ര നാൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആ സങ്കീർത്തകൻ തൻ്റെ ജീവിതമാണ്, തൻ്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളാണ് സങ്കീർത്തനങ്ങളായി, അല്ലെ? ദാവീദ് രാജാവ് എഴുതുമ്പോൾ പല സങ്കീർത്തനങ്ങളും ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ്, ജീവിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കണം, സങ്കീർത്തനങ്ങൾ വായിക്കണമെന്ന് പറയുന്നത്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ ഏറ്റവും മനോഹരമായൊരു സങ്കീർത്തനമാണ്: കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും അത് എപ്പോഴും പറയണം കേട്ടോ. ശനിയാഴ്ച കൺവെൻഷൻ ഇരിക്കുന്ന സമയത്ത് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ വേളകളിലും പറയണം: എൻ്റെ കർത്താവ്. കണ്ണും പൂട്ടി പറഞ്ഞോ, നമ്മളെ ഇട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ഇടയൻ. ഈശോ ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അതല്ലേ? ചെന്നായിക്കൂട്ടം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവനല്ല, ശത്രു വരുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല നല്ല ഇടയൻ. സ്വന്തം ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഇടയനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. സ്വജീവൻ നൽകി സ്നേഹിച്ച പുത്രനായ യേശുവിനെ നമുക്കായി നൽകിയ പിതാവിന്റെ സ്നേഹം, ആ പുത്രനെ നൽകിയെങ്കിൽ ആ പുത്രനോടൊപ്പം സകലതും ദാനമായി തരാതിരിക്കുമോ? റീസണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സങ്കീർത്തനമാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിലൊക്കെ നമുക്കൊരു അസ്വസ്ഥതയോ വിഷമോ സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ എടുത്ത് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്: കർത്താവ് എൻ്റെ ഇടയൻ. ആരും ഇല്ലെങ്കിലും പേടിക്കൊന്നും വേണ്ടെന്നേ. കർത്താവ് ഇടയനായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരെയും പേടിക്കേണ്ട, വേറെ ഇതിനെ കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട. ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്ന എങ്ങനെയെന്നറിയാവോ? കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അയ്യോ, ഒരു ദിവസം 2 ദിവസത്തേക്കൊന്നുമല്ല. കർത്താവിൻ്റെ കരുണയും സ്നേഹവും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കുന്നു. ഇതിനേക്കാളും വലിയ വാഗ്ദാനം നമുക്ക് വേണോ? ചിലപ്പോൾ വീട്ടിലുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് പറയുമായിരിക്കും: അതെ ഞാൻ കൂടെ ഉണ്ടാവട്ടെ എപ്പോഴും. നാട്ടിലുള്ളവർ പറയുമായിരിക്കും, സ്നേഹിക്കുന്നവരൊക്കെ പറയും എപ്പോഴും കൂടെ. ഇതൊന്നും അവസാനം വരെ നിൽക്കുകയല്ലോ. പക്ഷേ കർത്താവ് പറഞ്ഞതാണ്: എൻ്റെ കരുണയും എൻ്റെ സ്നേഹവും അവസാനം വരെ നിന്നെ അനുഗമിക്കും.
നമ്മൾ അനുഗമിക്കൂ എന്നല്ല പറയും, നമ്മൾ അനുഗമിച്ചില്ലെങ്കിലും ഈ കർത്താവിന്റെ സ്നേഹവും കരുണയും നമ്മെ അനുഗമിക്കുന്നുണ്ട്. അവന്റെ നന്മയും അവന്റെ കരുണയും നമ്മളെ അനുഗമിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ തിരിച്ചറിയുന്നിടത്ത് ആ കാരുണ്യത്തിന്റെയും നന്മയുടെയും ഭാഗമായി നമ്മൾ മാറും. ആ കരുണയും നന്മയും നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കരുണയും നന്മയും ഒരു ദൈവ പൈതൽ തിരിച്ചറിയുമ്പോൾ ആ നന്മയും കരുണയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ലഭിക്കുന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ, പ്രത്യാശയുണ്ടല്ലോ. അത് ലോകം തരുന്നതല്ല, ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ അവസ്ഥ ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ശുശ്രൂഷകളുടെ ആധിക്യം കൊണ്ട്. ചില സമയത്ത് നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒരു റെസ്റ്റ് കിട്ടിയാൽ കർത്താവിന് റെസ്റ്റും കിട്ടിയില്ല, കൂടെയുള്ളവർക്കും ഒരു വിശ്രമം കിട്ടിയില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം, പോയിട്ട് നമുക്ക് ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കാം, ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കാം. ചില സമയത്ത് ഇവിടെ ഈ നമുക്ക് ചിലപ്പോൾ മുറി വരെ ഒരു 10 മിനിറ്റ് കിടക്കാൻ ചില സമയത്ത് സമ്മതിക്കില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 ദിവസത്തേക്ക് ഉറക്ക ക്ഷീണം ഉണ്ടാവും. ഇന്നലെ തന്നെ പെരിന്തൽമണ്ണയിൽ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിന് 3 മണിക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മുഴുവനും നമുക്ക് ശുശ്രൂഷയാണ്. ഇത് കഴിഞ്ഞ് ഇനി 3 മണി മുതൽ 9 വരെ യുവജനങ്ങളുടെ ശുശ്രൂഷ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കയറി കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും ആരെങ്കിലൊക്കെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. ഇപ്പോൾ ഞാൻ ചില സമയത്ത് എന്താ ഇവിടുന്ന് പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് ഈ അയലക്കത്തുള്ള കുറച്ച് വീടുകളുണ്ട്, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ഞാൻ പറയാം മുറി ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാൻ പറയും. എന്നിട്ട് അവർ AC ഒക്കെ ഉണക്കിയിട്ടേക്കും. അതിനകത്ത് കയറി ഒരു മണിക്കൂറൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് തിരിച്ചിങ്ങോട്ട് പോരും. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട്, കാരണം വിശ്രമം കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ശരീരത്തിന് വിശ്രമം വേണം. ചില സമയം നമുക്കത് കിട്ടാതെ പോകും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈശോ ഇത്രയും പരിപാടികളൊക്കെ ചെയ്ത് ഒരു വിശ്രമമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ ഈശോ ഓടി അടക്കുക. അപ്പോൾ അപ്പസ്തലൻ പറഞ്ഞു, നമുക്ക് ഇച്ചിരി മാറി നിൽക്കാം, വിജന സ്ഥലത്തേക്ക് പോകാം, ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് ഇച്ചിരി വിശ്രമമൊക്കെ ചെയ്ത് റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ നമ്മുടെ ശുശ്രൂഷ തുടരാം. ഇതും പറഞ്ഞുകൊണ്ട് ഇവർ വഞ്ചി കയറി വിജന സ്ഥലത്തേക്ക് പോയി. ഇവന്മാരെല്ലാവരും കൂടി ഈ സൈഡിൽ കൂടി ഓടി തിരിഞ്ഞ് ഇവർ വഞ്ചി അവിടെ എത്തുന്നേക്കാളും മുമ്പ് താണ്ടെ എവിടെ നിൽക്കുക എല്ലാം കൂടി. എന്നാ ചെയ്യാൻ പറ്റും? ചിലവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ദൈവമേ അവരെ കേൾക്കാതിരിക്കാൻ പറ്റില്ല, അവരെ കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇരുന്ന് കൊടുക്കും അവരുടെ വിഷമം കേൾക്കാൻ, വേദന കേൾക്കാൻ. കർത്താവ് അത് തന്നെ ചെയ്ത്, കർത്താവിനെ ഇത് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. വചനം പറയാണ്, അവരിടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. അവരെ കണ്ടപ്പോൾ, ആ ജനത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, നമ്മുടെ വേദനകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയുന്ന, അനുകമ്പ കാണിക്കാൻ കഴിയുന്ന, നമ്മളോടൊപ്പം സഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയാണ്, പാപമൊഴികെ മറ്റെല്ലാറ്റിലും അവൻ നമ്മെപ്പോലെ സമനായിരുന്നു. നമ്മെപ്പോലെ സഹിച്ചു, വേദനിച്ചു, കണ്ണുനീരൊഴുക്കി, പീഡിപ്പിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. നമ്മെപ്പോലെ സഹിക്കാവുന്നതിന് അങ്ങേയറ്റം സഹിച്ചു. എന്തിനാ? ഇത് നമുക്കൊരു മാതൃക തരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ തന്റെ സ്വകാര്യ ജീവിതത്തിന്റെ വേദനകളെയും ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയെല്ലാം ബലി കഴിച്ചുകൊണ്ടും കർത്താവ് തന്റെ ജനത്തോട് കാണിച്ച ഒരു അനുകമ്പയുണ്ട്. ആ അനുകമ്പ തന്നെയാണ് ഈശോ കാൽവരി കുരിശിൽ ലോകത്തിന്റെ മേൽ വെളിപ്പെടുത്തിയ അനുകമ്പ. ജനത്തിന്റെ അവസ്ഥയിലേക്കാണ് കർത്താവ് നോക്കിയത്. ഞാൻ അവരെ സഹായിച്ചില്ല എങ്കിൽ, ഞാൻ അവർക്ക് വേണ്ടി സഹിച്ചില്ല എങ്കിൽ അവരുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചു കർത്താവ്. ഉണ്ട്, സ്വജീവൻ അവൻ ബലിയായി കാൽവരിയിൽ നമുക്കായി തന്നു. അങ്ങനെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അവൻ നല്ല ഇടയനായിട്ട് മാറി. ആ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും പറ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.